ഇതെൻ്റെ നാട്ടിലെ പെരുന്നാൾ വ്ളോഗ്. രാവിലെ 7:30 പള്ളിയിലെ നിസ്കാരം. പള്ളിയിലേക്ക് നടന്നു പോകണമെന്നാണ് സുന്നത്ത് കേട്ടോ. നിസ്കാരം കഴിഞ്ഞിട്ട് ഉദയത്ത് ഇറക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. ഇവിടെ നമുക്ക് പഴയ ഫ്രണ്ട്സിനൊക്കെ കാണാൻ പറ്റും കേട്ടോ. റുവ ആദ്യമായിട്ടാണ് കുറേ കാലത്തിന് ശേഷം നാട്ടിൽ പെരുന്നാൾ കൂടുന്നത്. ഇതെൻ്റെ വാപ്പ പള്ളി കമ്മിറ്റിക്കാണ്. ഇത് കുട്ടാപ്പി. ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഒരുമിച്ച് കൂടി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ജിം മാസ്റ്റർ ജെറീഷ്. ഇത് ഞങ്ങൾ എന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നാട്ടിലെ ടീംസാണ്. പെരുന്നാളിന് ഇങ്ങനെ ഒരു ഫോട്ടോ നിർബന്ധം കേട്ടോ. ഇതാണ് KD എന്ന് പറയുന്ന ദാവൂദ്, നാട്ടിലെ പ്രശസ്തനായ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറാണ്. അപ്പോൾ അറവെല്ലാം കഴിഞ്ഞ് ഇറച്ചിയൊക്കെ വരാൻ തുടങ്ങി. അതിനിടയ്ക്ക് ഞാനൊന്ന് വീട്ടിൽ പോയിട്ട് ഉമ്മാൻ്റെ ബിരിയാണി കഴിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ പള്ളിയിലെ ഉസ്താദും വാപ്പയും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിഞ്ഞ് ഉസ്താദിൻ്റെ ഭാഗം ദുആ ഉണ്ടായിരുന്നു. റുവ ചെറിയൊരു അത്തർ ഗിഫ്റ്റായിട്ട് കൊടുത്ത്. ഇതൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ചെറിയൊരു ഫാമിലി ഫോട്ടോ സെഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് റുവയ്ക്ക് കുറച്ച് ടോയ്സ് ഒക്കെ വാങ്ങണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അവിടെ പൂത്തിരി ഇട്ടാപ്പെട്ടി ഉണ്ട്. റുവ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാധനം കാണുന്നത്. പിന്നെ ഇന്നത്തെ പെരുന്നാൾ ഫുള്ള് റുവൻ്റെ ഇട്ടാപ്പെട്ടി കൊണ്ടുപോയി. കുടിക്കാനുള്ള വെള്ളമായിട്ട് ഞാൻ അറവിൻ്റെ അടുത്തേക്ക് പോയി. ഇത് കരീംക, സൗദി പ്രവാസിയാണ്. പെരുന്നാൾ നമുക്ക് നാട്ടിൽ ഒരുപാട് ആൾക്കാരെ നേരിട്ട് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ ഇറച്ചിപ്പണിയൊക്കെ തകൃതിയായിട്ട് നടക്കുകയാണ്. എൻ്റെ വക സർജിക്കലായിട്ടുള്ള കട്ടിങ് കേട്ടോ. നമുക്കിതൊക്കെ എന്ത് മനുഷ്യന്മാരെ ഇറച്ചി കട്ട് ചെയ്യുന്ന ആൾക്കാരല്ലേ എന്നാണ് അവരൊക്കെ പറയുന്നത്. അപ്പോൾ അറവ് കഴിഞ്ഞ് തറവാട്ടിലേക്കൊന്ന് പോയി. ഈ കുട്ടിയൊക്കൊന്നും എന്നെ അറിയില്ല എന്നിട്ടോ അവർ പറയുന്നത് കേട്ടോ. ഇൻസ്റ്റാഗ്രാമിൽ പോലും കണ്ടിട്ടില്ല. അവിടെ നല്ല ബിരിയാണി കഴിച്ച് പിന്നെ ഒരു പായസം മസ്റ്റാണ്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ വൈഫിൻ്റെ വീട്ടിൽ പയ്യോളി പേരാമ്പ്ര ഭാഗത്തേക്ക് പോയിട്ടോ.